അപ്പൊ ഞാൻ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു, ഇവിടെ ജയിക്കാൻ പോകുന്നത് ടീച്ചറല്ല. ഈ ഇലക്ഷനിൽ കൂടി തോറ്റ പിന്നെ എന്റെ പേര് ജനങ്ങള് ഓർക്കാൻ ഒരു ഇഷ്യൂ ഞാൻ ഉണ്ടാക്കിയിട്ടില്ല. ഇവിടെ ജയിക്കാൻ പോകുന്നത് ടീച്ചറല്ല, ഇവിടെ ജയിക്കാൻ പോകുന്നത് വക്കീലാണ് എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. എന്താണ് തമാശയാക്കാണ്? അല്ല തമാശയാക്കാണ്. അപ്പൊ എന്നോട് നിങ്ങൾ വരുമ്പോ മാധ്യമങ്ങൾ ചോദിച്ചു, വടകരയിൽ ഉണ്ടായ പോലത്തെ വിവാദങ്ങൾ എന്തെങ്കിലും ഇവിടെ ഉണ്ടാവാൻ സാധ്യതയുണ്ടോ? ശപിക്കപ്പെട്ട ആ ഇരുണ്ട കാലഘട്ടത്തെ പറ്റി എന്നെ ഓർമ്മിപ്പിക്കാതിരിക്കൂ രാമു. ഞാൻ അതിന് മറുപടിയായിട്ട് പറഞ്ഞു, ഉണ്ടാക്കാതിരുന്നാൽ അവർക്ക് അത്രയും കൊള്ളാം. ഉണ്ടായാൽ വടകരയിൽ ഉണ്ടാകുന്നതിനേക്കാളും ഇരട്ടി തിരിച്ചടി LDF-നുണ്ടായിരിക്കും. ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. കാഫിർ സ്ക്രീൻഷോട്ട് എന്തൊരു വർഗീയതയാണ്ടോ എന്നൊക്കെ ചോദിച്ച് എന്റെ ചിത്രം വെച്ച് കുറെ പോസ്റ്റുകൾ ഇട്ടതാണ്. എന്റെ കഷ്ടകാലം എന്നല്ലാതെ എന്ത് പറയാം. 1 മിനിറ്റ് സമയം തന്നാൽ കോടതിയിൽ അവസാനം അത് എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളത് നിങ്ങളുടെ ശ്രദ്ധയിൽ ഒന്ന് പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു. 30/6/2024 സ്റ്റേറ്റ്മെന്റ് ഓഫ് റിബേഷ് സൺ ഓഫ് രാമകൃഷ്ണൻ. റിബേഷ് സൺ ഓഫ് രാമകൃഷ്ണൻ യൂത്ത് കോൺഗ്രസ്സുകാരനല്ല. റിബേഷ് സൺ ഓഫ് രാമകൃഷ്ണൻ യൂത്ത് ലീഗുകാരനല്ല. കറകളഞ്ഞ DYFI-കാരനാണ് റിബേഷ് സൺ ഓഫ് രാമകൃഷ്ണൻ. അത്തരം ശ്രമങ്ങളെ കേരളത്തിലെ ജനങ്ങൾ വെച്ചു പൊറുപ്പിക്കില്ല എന്ന കാര്യത്തിന് ഒരു സംശയവും വേണ്ട. പറഞ്ഞിട്ടില്ലേ? എന്നെ വർഗീയവാദിയാക്കാൻ CPM നടത്തിയ ശ്രമങ്ങളെ വടകരയിലെ ജനങ്ങൾ തൂത്തെറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ വേരുകൾ അന്വേഷിച്ച് ചെന്നപ്പോ അത് എത്തി നിൽക്കുന്ന DYFI നേതാവ് ഓരോ വാട്സപ്പ് ഗ്രൂപ്പിലും പോരാളി ഷാദിയിലും ഉൾപ്പെടെ എങ്ങനെ വന്നു, ഇത് എവിടെ നിന്നുണ്ടായി, ഇത് ഏത് വാട്സപ്പ് ഗ്രൂപ്പിൽ ചെന്നു? എന്താ ഉറക്കം വരുന്നു. ഉളുപ്പുണ്ടടാ ചക്കണക്ക്. എന്നാ പോവാൻ നോക്കടാ. അല്ല